കേസ് അന്വേഷണത്തിന് എല്ലാ ഘട്ടങ്ങളിലും നോക്കൂ, പല തരത്തിൽ ഈ പറയുന്ന CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്നുള്ളത് ശക്തമായ ആരോപണമായിട്ട് ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികളാകപ്പെട്ട ആ ആളുകൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന രണ്ട് തവണ അന്വേഷണ സംഘത്തെ മാറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ തെളിവ് ശേഖരണത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ CBI രംഗത്ത് വരുന്നതെന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. 2 വർഷത്തിന് ശേഷമുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് CBI വരുന്നത്. നോക്കൂ, ഈ 2 വർഷം എന്ന് പറയുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. ആ 2 വർഷത്തിനുള്ളിൽ എത്ര സാക്ഷികളെ കൂറുമാറ്റാൻ കഴിയും? അതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. വളരെ ലളിതമായിട്ട് 1 മാസം പോലും അന്വേഷണം ഒന്ന് നീങ്ങിക്കിട്ടിയാൽ അതിനുള്ളിൽ എത്ര സാക്ഷികൾ കൂറുമാറുന്ന കാര്യങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CBIയുടെ വരവിനെ തടയാൻ 2 വർഷമാണ് ഒരു സർക്കാർ പണിയെടുത്തതെന്ന് നമ്മൾ ആലോചിക്കണം. ആ സർക്കാരാണ്, CPM അല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ BJP അല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇതിൻ്റെ തടസ്സ ഹർജിയുമായിട്ട് പോകുന്നത്. അപ്പീലുമായിട്ട് പോകുന്നത് ആരാണ്? സർക്കാരാണ് പോകുന്നത്. സർക്കാർ പോയിട്ട് എന്താണ് പറയുന്നത്? സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമാണ്, ഇവിടെ CBI വരേണ്ട കാര്യമില്ല എന്ന്. ഈ നിയമ പോരാട്ടം നടക്കുന്നത് വഴി ഒരു 2 വർഷമെങ്കിലും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ CBI വന്നതിന് ശേഷം ഇപ്പോൾ പറയുന്ന വാദം എന്ന് പറയുന്നത് അവർ പുതുതായി ചേർത്ത 10 പേരിൽ 4 പേർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ബാക്കി ഉള്ള ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ 4 പേർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ എന്ന് പറയുന്നയാൾ